സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് സ്മൂത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ബദാമും കാഷ്യൂനട്ടൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമ്മൾ ക്യാരറ്റ് വെച്ചിട്ട് ഒരു ഹെൽത്തി മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാരറ്റിൽ ധാരാളം വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ആദ്യം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കാം. ക്യാരറ്റ് നമുക്ക് പച്ചയ്ക്കും ജ്യൂസ് അടിക്കാം, അതുപോലെ തന്നെ വേവിച്ചിട്ടും ജ്യൂസ് അടിക്കാവുന്നതാണ്. പക്ഷേ പച്ചയ്ക്ക് ജ്യൂസ് അടിക്കുമ്പോൾ പലർക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ വേവിച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു ക്യാരറ്റ് മിൽക്ക് ഷേക്ക്. അപ്പോൾ ആദ്യം 2 ക്യാരറ്റിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്തെടുക്കാം. ഇതുപോലെ മറ്റേതൊന്ന് പീൽ ചെയ്തെടുക്കട്ടെ. അതിനുശേഷം ക്യാരറ്റിൻ്റെ 2 വശമൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി വേവിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ക്യാരറ്റ് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറാണ് സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റ് വേവുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇനി ഒരു 3 വിസിൽ വരുന്നവരെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബദാമാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു 12 ബദാമാണ് എടുത്തിരിക്കുന്നത്. ബദാമും കൂടി ചേർത്ത് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ജ്യൂസിന് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതാണ്. കൂടാതെ ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാണ്. ആദ്യം നമുക്ക് ബദാം ഒന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം. ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ ജ്യൂസിലേക്ക് ചേർക്കാൻ. പിന്നെ ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് കാഷ്യൂനട്ടാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു 12 കാഷ്യൂനട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ കാഷ്യൂനട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ അരയ്ക്കാൻ വേണ്ടി ചേർക്കുന്നത്. ക്യാരറ്റ് ജ്യൂസിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ഡേറ്റ്സ് ആണ്. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കുരുവൊക്കെ റിമൂവ് ചെയ്യാനും സോക്ക് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഡേറ്റ്സ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സോക്കായി കിട്ടട്ടെ. ഒരു 2 മണിക്കൂർ നേരം സോക്ക് ചെയ്താൽ മതി. എൻ്റെ ഒരു ചെറിയ ഡേറ്റ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡേറ്റ്സ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ മധുരത്തിന് എത്രയാണോ ഡേറ്റ്സ് വേണ്ടത് വെച്ചാൽ അത് ചേർത്താൽ മതി. ക്യാരറ്റ് വേകുമ്പോഴേക്കും നമുക്ക് ബദാമിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളയാം. ഇതുപോലെ കുതിർന്ന് കിട്ടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ബദാം ഉണ്ടെങ്കിൽ ഈ ഒരു മിൽക്ക് ഷേക്കിലേക്ക് ചേർത്താൽ മതി. ബദാം കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ക്രീമി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് കിട്ടുന്നത്. ഇതുപോലെ എല്ലാ ബദാമിൻ്റെയും തൊലിയൊന്ന് കളയട്ടെ. അങ്ങനത്തെ എല്ലാ ബദാമിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂനട്ടൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത്. അതുപോലെ നമ്മുടെ ഡേറ്റ്സൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും കുരുവൊക്കെ റിമൂവ് ചെയ്യാം. ഇതുപോലെ എല്ലാ ഡേറ്റ്സിൻ്റെയും കുരുവൊക്കെ എടുത്തു മാറ്റാം. അങ്ങനത്തെ ഡേറ്റ്സിൽ നിന്നും കംപ്ലീറ്റ് കുരു എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനത്തെ 3 വിസിലൊക്കെ കഴിഞ്ഞ ശേഷം കുക്കറൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കുറച്ച് വെള്ളമുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലേക്കാണ് ചേർക്കുന്നത്. അങ്ങനത്തെ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കാഷ്യൂനട്ട് കുതിർത്ത് വെച്ചതാണ്. പിന്നെ ചേർക്കുന്നത് ബദാമാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുരു കളഞ്ഞ ഡേറ്റ്സ് ആണ്. ആദ്യം നമുക്കിതെല്ലാം നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷമാണ് പിന്നെ നമ്മളിതിലേക്ക് പാല് ചേർക്കുന്നത്. അങ്ങനത്തെ ക്യാരറ്റും ബദാമും അതുപോലെ തന്നെ കാഷ്യൂനട്ടൊക്കെ നന്നായി അരച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കൊരു മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ഇനി ചിൽഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇവാപ്പറേറ്റഡ് മിൽക്കും അതുപോലെ തന്നെ ഫ്രഷ് മിൽക്കും കൂടിയാണ്. 170 ഗ്രാമിൻ്റെ ഇവാപ്പറേറ്റഡ് മിൽക്കാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക്
ഫ്രഷ് മിൽക്കും ഒരു 1/2 കപ്പോളം ചേർക്കുന്നുണ്ട്. ഈ ക്യാരറ്റ് മിൽക്ക് ഷേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വാനില പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാനില എസെൻസ് ഉണ്ടെങ്കിൽ വാനില എസെൻസ് ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇതും കൂടി ചേർത്ത് കുടിക്കുന്ന സമയത്ത് നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്യാരറ്റ് മിൽക്ക് ഷേക്കിന് കിട്ടുന്നത്. അതിനുശേഷം നമുക്കത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്കൊക്കെ നന്നായി അടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്റ്റാണ് ഈ ഒരു മിൽക്ക് ഷേക്കിനുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂറൊന്ന് തണുപ്പിച്ചിട്ട് വേണം ഇത് കുടിക്കാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ മധുരമൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് പഞ്ചസാര താല്പര്യം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഞാനൊരു സെർവിങ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള മിൽക്ക് ഷേക്കാണ് ചേർക്കുന്നത്. നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ ഒരു മിൽക്ക് ഷേക്കിനുള്ളത്. ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ക്ലിൻ റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്യാം. ഇനി ഇതൊരു 2 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിലിരിക്കട്ടെ. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്മൂത്തിയൊക്കെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് ഇതുപോലെയൊക്കെ ഒരു സ്മൂത്തിയൊക്കെ തയ്യാറാക്കി കുടിക്കുന്നത് ശരീരത്തിന് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ചും ക്യാരറ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് മിൽക്ക് ഷേക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഐസ് ക്യൂബ് ആദ്യം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്മൂത്തി സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കുടിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ക്യാരറ്റ് സ്മൂത്തി. പ്രത്യേകിച്ചും ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വളരെയധികം ഇഷ്ടത്തോടു കൂടി കുടിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും ബാക്കി വയ്ക്കാതെ കുടിക്കുന്നതായിരിക്കും. ഈ സ്മൂത്തി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മിന്റ് ലീവ്സ് ഒന്ന് വയ്ക്കുന്നുണ്ട്. ഈ സ്മൂത്തി ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഐസ്ക്രീമായിട്ട് കഴിക്കാം. പോപ്സ്റ്റിക്കിൽ ഒഴിച്ച് കഴിഞ്ഞെങ്കിൽ പോപ്സ്റ്റിക്കായിട്ടും കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് സ്മൂത്തിയൊക്കെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ ബദാം, കാഷ്നട്ട് ഒക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിന് പോലും കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു സ്മൂത്തി. നമ്മൾ ഇതിനകത്ത് പഞ്ചസാരയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ നമ്മൾ ഡേറ്റ്സ് ആണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ ഡേറ്റ്സിൻ്റെ അളവൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു സ്മൂത്തിയുടെ ഫ്ലേവർ എന്ന് പറയുന്നത് വാനിലയുടെ ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഐസ്ക്രീം കഴിക്കുന്ന ആ ഒരു രീതിയിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് സൺടാനൊക്കെ ഏറ്റ് മുഖത്തിനൊക്കെ കരിവാളിപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു ക്യാരറ്റ് സ്മൂത്തി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക്